പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ. ഈശോയെ, ഞാൻ ഭക്തിയോടും വിനയത്തോടും കൂടി ആരംഭിക്കുന്ന ഈ നവനാൾ പ്രാർത്ഥന തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രസാദരനാഥേ, ഈ നവനാളിൽ ഞാൻ സ്വീകരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഉപവാസങ്ങളും സഹനങ്ങളും എല്ലാം അമ്മയുടെയും ഈശോയുടെയും പരിശുദ്ധമായ ഇഷ്ടപ്രകാരം അനുഗ്രഹിക്കണമേ. എൻ്റെ വിശ്വാസം ശക്തമാക്കാനും എൻ്റെ ജീവിതം അങ്ങേക്ക് ഇഷ്ടമുള്ളതായി മാറ്റാൻ സഹായിക്കണമേ. 4-ാം ദിവസം. ഇന്ന് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അവരുടെ വിവാഹം എന്നിവയെക്കുറിച്ച് ഓർക്കുന്ന എല്ലാ മാതാപിതാക്കളെയും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികളെയും നമുക്ക് ഓർക്കാം. പ്രസാദര അമ്മേ, ഷാൻസ്റ്റാറ്റിൻ്റെ മാതാവേ, ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം, ജോലി, വിവാഹം എല്ലാം അമ്മയുടെ കരുണാമയമായ ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവർ പഠിക്കുന്നതിൽ ബുദ്ധിയും ശ്രദ്ധയും വിജയം നൽകണമേ. അവരുടെ കഴിവുകൾക്ക് അനുയോജ്യമായ നല്ല ജോലി ശരിയായ സമയത്ത് ലഭിക്കുമാറാകണമേ. ദൈവഹിതപ്രകാരം ഒരു നല്ലൊരു ജീവിത പങ്കാളിയെ അവർക്ക് ഒരുക്കി കൊടുക്കണമേ. സ്നേഹവും വിശ്വാസവും സമാധാനവും നിറഞ്ഞ കുടുംബജീവിതം അവർക്ക് ദാനം ചെയ്യണമേ. പ്രസാദകരനാഥേ, ഞങ്ങളുടെ എല്ലാ ആശങ്കകളും അമ്മയുടെ കയ്യിൽ വിശ്വാസത്തോടെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ ഭാവി അമ്മയുടെയും ഈശോയുടെയും സംരക്ഷണത്തിൽ സുരക്ഷിതമാക്കണമേ. എല്ലാം ദൈവമഹത്വത്തിനായി നിറവേറണമേ. ആമേൻ. കൃപയുടെ അമ്മയായ പ്രസാദരനാഥേ, ഷാൻസ്റ്റാറ്റിൻ്റെ രാജ്ഞി, അമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും, ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്ക് വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് അനുദിന സമർപ്പണ ജപം 9 പ്രാവശ്യം നമുക്ക് ചൊല്ലി അമ്മയ്ക്ക് കാഴ്ചവെക്കാം. എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ മറിയമേ, അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ്, എൻ്റെ ചെവി, എൻ്റെ നാവ്, എൻ്റെ ഹൃദയം, എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങേക്കിന്ന് ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മയെ അങ്ങയുടെ സ്വന്തം എന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ. ആമേൻ. എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ മറിയമേ, അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ്, എൻ്റെ ചെവി, എൻ്റെ നാവ്, എൻ്റെ ഹൃദയം, എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങേക്കിന്ന് ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മയെ അങ്ങയുടെ സ്വന്തം എന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ. ആമേൻ.